Hi all, welcome to Wings to Win Education. Unit 3 Statistics and Econometrics. പ്രോബബിലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കോൺസെപ്റ്റ്സ് ആയിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് 2 പ്രോബ്ലംസ് നമ്മൾ കണ്ടിരുന്നു. ഇനി ഈ പ്രോബബിലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ട നമ്മൾ ഇത്രയും സമയം പഠിച്ചതിൽ നിന്നും വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഇതിൽ ഓപ്പറേഷൻസ്, പ്രോബബിലിറ്റിയുടെ ഓപ്പറേഷൻസ് എന്താണ്, അപ്ലിക്കേഷൻസ് എന്താണ്, അതായത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ എക്സാമ്പിൾ ബേസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിയൻ ഓഫ് സെറ്റ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അഡീഷൻ തിയറി ആയിരുന്നു എന്ത് യൂണിയൻ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി 2 ഈവൻസിന്റെ അഡീഷനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. അതായത് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരുന്നു. ഇനി എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണ് എന്നുണ്ടെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു. എന്തായിരുന്നു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്? ഒരു ഈവൻറ്റിൻ്റെ ഒക്കറൻസിനെ മറ്റു ഈവൻസ് തടഞ്ഞു നിർത്തുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് മറ്റൊരു ഈവൻറ്റിൻ്റെ ഒക്കറൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത്തരം ഈവൻസ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണ് 2 ഈവൻസ് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂണിയൻ അല്ലെങ്കിൽ അഡീഷൻ എങ്ങനെയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഇത് രണ്ടും യൂണിയൻ്റെ കേസിലാണ് അല്ലേ. നോർമലി ഒരു കേസിൽ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണ് എന്നുണ്ടെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. പി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അതിൽ 1, 3, 5, 7, 9 എന്നുള്ളതാണ് അതിൽ ഓരോ ഈവൻ്റ് എന്ന് പറയുന്നത്. ഇനി ക്യൂവിലെ സാമ്പിൾ സ്പേസ് 2, 3, 5, 7. 2ഉം 3ഉം 5ഉം 7ഉം സാമ്പിൾ സ്പേസിലെ ഓരോ ഈവൻസ് ആണ്. ഇനി പി യൂണിയൻ ക്യൂ എന്തായിരിക്കും? പി യൂണിയൻ ക്യൂ എന്ന് പറയുന്നത് പിയും ക്യൂവും കൂടെ ചേർന്നതാണ് പി യൂണിയൻ ക്യൂ, അല്ലെങ്കിൽ പി പ്ലസ് ക്യൂ ആണ് പി യൂണിയൻ ക്യൂ എന്ന് പറയുന്നത്. പിയും ക്യൂവും കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്? പി യൂണിയൻ ക്യൂ ആവുന്നത്. പി യൂണിയൻ ക്യൂ എന്താണ് നോക്കാം. പിയും ക്യൂവും ചേർന്നതാണ് അല്ലേ. 1, 2, 3, 5, 7, 9. ഇതിൽ 1, 3, 2 ഇവിടെ നിന്നാണ് 2 ക്യൂയിലുണ്ട് അല്ലേ. 3 ഇവിടെ, രണ്ടിലും 3 ഉണ്ട്, അതുകൊണ്ട് 1 എഴുതിയാൽ മതി. രണ്ടിലും 5 ഉണ്ട്, 1 എഴുതിയാൽ മതി. രണ്ടിലും 7 ഉണ്ട്, 1 മതി. 9 ഇതിലുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നതാണ് എന്ത് 1, 2, 3, 5, 7, 9, അതായത് പി യൂണിയൻ ക്യൂ. ഇതാണ് പി യൂണിയൻ ക്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എ യൂണിയൻ ബി എന്നുള്ളിടത്ത് ഇതിൻ്റെ വെൻ ഡയഗ്രാം വഴി നമുക്ക് യൂണിയനെ എക്സ്പ്രസ് ചെയ്യാം. അതായത് എയും ബിയും ചേർന്നതാണ് എന്ത് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഈ എ എന്ന് പറയുന്ന ഈ ടോട്ടൽ പാർട്ടും ബി എന്ന് പറയുന്ന ഈ ടോട്ടൽ പാർട്ടും ചേർന്നതാണ് എന്ത് എ യൂണിയൻ ബി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയും ബിയും ചേർന്നതാണ് അല്ല. ഇവിടെ ഈ ഒരു മിഡിലുള്ള ഈ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതാണ് എന്ത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അതായത് എയും ബിയും ചേർന്നത് നമ്മൾ മൈനസ് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി ഈ എയെ മൊത്തം കൺസിഡർ ചെയ്തു, ദെൻ പ്ലസ് പി ഓഫ് ബി, ഈ ടോട്ടൽ ബിയും എടുത്തു. പക്ഷെ പിന്നെയും നമ്മൾ ഇന്റർസെക്ഷൻ മൈനസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും? രണ്ടും അഡീഷണൽ ആയിട്ട് നിലനിൽക്കും. ഇവിടെ ഇന്റർസെക്ഷൻ എന്തായിട്ട് വരുന്നു? 3, 5, 7 അല്ലെ. 3, 5, 7. ഇവിടെ നമ്മൾ ഇന്റർസെക്ഷനെ മൈനസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 3 രണ്ടെണ്ണം വരും, 5 രണ്ടെണ്ണം വരും, 7 രണ്ടെണ്ണം വരും അല്ലെ. രണ്ടിലും ഉണ്ട്. അപ്പോൾ രണ്ടിലും ഉള്ളതാണ് എന്ത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതിനെ മൈനസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിൽ നിന്നും മൈനസ് ചെയ്യും. ഇതാണ് യൂണിയൻ ഓഫ് 2 ഈവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ എന്താണെന്ന് കണ്ടിരുന്നു അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ തിയറിയാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈ ഇൻവേഴ്സ് യു ആയിട്ടുള്ള യൂണിയൻ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ചരം കൊണ്ടാണ് ഈ ഇന്റർസെക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ
എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി, അല്ലെങ്കിൽ പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് പി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് എ. ഇനി ഇൻ ദി കേസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഈവൻസ്, ഇൻഡിപെൻഡന്റ് ഈവൻസിന്റെ കേസിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്, അല്ലെ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. എന്താണ് ഇന്റർസെക്ഷൻ? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ടു ഈവൻസ്, എ എന്ന് പറയുന്ന സെറ്റിന്റെയും ബി എന്ന് പറയുന്ന സെറ്റിന്റെയും ഒരുമിച്ചുള്ള ഹാപ്പനിങ്, ഒരുമിച്ചുള്ള ഒക്കറൻസിനെയാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ടിലും ഒരുമിച്ചുള്ള കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് ഇന്റർസെക്ഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നോക്കുക, എ എന്ന് പറയുന്ന ഒരു സർക്കിളും ബി എന്ന് പറയുന്ന ഒരു സർക്കിളും ഉണ്ട്. ഈ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഇതിൽ രണ്ടിലും വരുന്ന കോമൺ എലമെന്റ്സിനെയാണ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഈ റെഡ് സർക്കിൾ ഉണ്ടല്ലോ, ഈ ഒരു സർക്കിളിന്റെ ഗ്രീൻ പോർഷൻ, ഗ്രീൻ ഷെയ്ഡഡ് ഏരിയ ആണ് എന്ത്? ഇന്റർസെക്ഷൻ. ഈ ഗ്രീൻ ഷെയ്ഡഡ് ഏരിയയുടെ ഫീച്ചർ എന്താണ്? അത് എക്കും ബിക്കും കോമൺ ആണ്. എയുടെയും ബിയുടെയും കോമൺ എലമെന്റ്സിനെയാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഈ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പോർഷൻ എക്കും ബിക്കും കോമൺ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പി എന്ന് പറയുന്ന ഒരു സെറ്റും ക്യൂ എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്. എയിൽ പി എന്ന് പറയുന്ന സെറ്റിൽ 1 3 5 7 9 ആണ്. ക്യൂ എന്ന് പറയുന്ന സെറ്റിലോ 2 3 5 7 ആണ്. ഇതിൽ പി യൂണിയൻ ക്യൂ എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി പി ഇന്റർസെക്ഷൻ ക്യൂ എന്താണ്? പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറയുന്നത് ഇവ രണ്ടിലും പിയിലും ക്യൂയിലും ഉള്ള കോമൺ എലമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറയുന്നത്. ഏതാണ് കോമൺ എലമെന്റ്സ്? 3 5 7 അല്ല, ഈ 3ഉം 5ഉം 7ഉം ഇവ രണ്ടിലും ഉണ്ട്. പിയിലും 3 5 7 ഉണ്ട്, ക്യൂയിലും 3 5 and 7 ഉണ്ട്. ഈ 3 5 and 7 ആണെന്ത്? പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിയൻ എന്താണെന്നും ഇന്റർസെക്ഷൻ എന്താണെന്നുള്ളതും നമ്മൾ കണ്ടു. ഇനി ഇങ്ങനെ യൂണിയനെയും ഇന്റർസെക്ഷനെയും എങ്ങനെയാണ് പ്രോബ്ലമാറ്റിക്കലി സോൾവ് ചെയ്യുന്നത്, പ്രോബ്ലം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. There are 500 students in a school. 220 like science subject, 180 like maths, and 40 like both science and maths. Find the number of students who like science but not maths, maths but not science, either maths or science. നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒരു സ്കൂളിൽ 500 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 220 സ്റ്റുഡൻസ് സയൻസ് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ 180 സ്റ്റുഡൻസ് മാത്സ് ഇഷ്ടപ്പെടുന്നവരും 40 സ്റ്റുഡൻസ് സയൻസും മാത്സും ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരും. നമ്മുടെ അടുത്ത് 500 സ്റ്റുഡൻസ് ഉണ്ട്. 220 ലൈക്ക് സയൻസ്, 180 ലൈക്ക് മാത്സ് ആൻഡ് 40 ലൈക്സ് ബോത്ത് സയൻസ് ആൻഡ് മാത്സ്. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഇൻഫോർമേഷൻ. ഈ ഇൻഫോർമേഷനിൽ നിന്നും നമ്മൾ എന്താണ് കണ്ടെത്തേണ്ടത്? ഫസ്റ്റ് വൺ, സയൻസ് ബട്ട് നോട്ട് മാത്സ്. സയൻസ് ഇഷ്ടപ്പെടുന്ന, മാത്സ് ഇഷ്ടപ്പെടാതെ സയൻസ് ഇഷ്ടപ്പെടുന്നവരെ കണ്ടെത്തണം. അതായത് സയൻസ് ഇഷ്ടപ്പെടുന്നു, മാത്സ് ഇഷ്ടപ്പെടുന്നില്ല, അവരെ കണ്ടെത്തണം. ദെൻ സെക്കൻഡ് വൺ, മാത്സ് ബട്ട് നോട്ട് സയൻസ്. മാത്സ് ഇഷ്ടമുണ്ട് പക്ഷെ സയൻസ് ഇഷ്ടമല്ല, അവരെ കണ്ടെത്തണം. ഏതർ മാത്സ് ഓ സയൻസ്. മാത്സ് അല്ലെങ്കിൽ സയൻസ്, ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെടുന്നവരെയും നമ്മൾ കണ്ടെത്തണം. ഇത് മൂന്നുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കാം. ലെറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബി യു. യു എന്ന് പറയുന്നതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ആണെന്ത് യു എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് യു എന്നുള്ളത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ യു എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് 500. ദെൻ എ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് സയൻസ്. സയൻസ് ഇഷ്ടപ്പെടുന്നവരാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ 220 ആണ് എന്ത്? സയൻസ് ഇഷ്ടപ്പെടുന്നത്. ദെൻ ബി എന്ന് പറയുന്നതോ ഹു ലൈക്ക് മാത്സ്. മാത്സ് ഇഷ്ടപ്പെടുന്നവരാണ് ബി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 180 സ്റ്റുഡൻസ് ആണ് മാത്സ് ഇഷ്ടപ്പെടുന്നത്, അതാണ് ബി. നമുക്ക് യു എന്ന് പറയുന്നത് 500. എ നമ്പർ ഓഫ് യു ആണ് കേട്ടോ, ഇവിടെ പ്രോബബിലിറ്റി അല്ലേ, നമ്പർ ഓഫ് യു
ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി സ്കൂൾ ആണ് 500 യു എന്നുള്ളത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ടോട്ടൽ നമ്പർ ഓഫ് എ, അതായത് സയൻസ് സബ്ജക്ട് ഇഷ്ടപ്പെടുന്നവർ 220 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് മാത്സ് ദാറ്റ് ഈസ് 180 ആൻഡ് എൻ നമ്പർ ഓഫ് അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി, അതായത് രണ്ടും ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇന്റർസെക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, എന്താണ് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലും വരുന്നതാണ്. സയൻസും മാത്സും ഇഷ്ടപ്പെടുന്നവരാണ് എന്ത് 40 എന്ന് നമ്മൾ കണ്ടു. 40 എന്താണ് സയൻസും മാത്സും ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അത് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. കാരണം രണ്ടും ഇഷ്ടപ്പെടുന്നത്, രണ്ടിലും പെടുന്നതിനെയാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ 40 ആണ്. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടെത്തേണ്ടത് എന്താണ്? ഹു ലൈക്ക് സയൻസ് ബട്ട് നോട്ട് മാത്സ്. സയൻസ് ഇഷ്ടപ്പെടുന്ന പക്ഷെ മാത്സ് ഇഷ്ടപ്പെടാത്തവരെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സയൻസ് ഇഷ്ടപ്പെടുന്നു ബട്ട് നോട്ട് മാത്സ്, മാത്സ് ഇഷ്ടപ്പെടാത്തവരെയാണ് കാണേണ്ടത്. ഇനി വെൻ ഡയഗ്രത്തിൽ കാണുന്ന വെൻ ഡയഗ്രം നോക്കാം. എ എന്ന് പറയുന്നവരെന്താണ്? സയൻസ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ. ബി എന്ന് പറയുന്നവരോ? ബി എന്ന് പറയുന്നവര് മാത്സ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എ എന്ന് ടോട്ടലി നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ മാത്സ് ഇഷ്ടപ്പെടുന്നവരും ഇൻക്ലൂഡഡ് ആണ് അല്ലെ. മാത്സ് ഇഷ്ടപ്പെടുന്നവരും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ ഒരു ബ്ലൂ പോർഷൻ മാത്രമാണ് അല്ലെ. സയൻസ് ഇഷ്ടപ്പെടുന്ന പക്ഷെ മാത്സ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ, അതാരാണ്? ഈ ബ്ലൂ ലൈൻ. ഇതില് എ എന്ന് പറയുന്ന ഈ ടോട്ടൽ സർക്കിൾ നമുക്ക് കാണണ്ട. കാരണം അവിടെ എന്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്, മാത്സ് ഇഷ്ടപ്പെടുന്നവരും കൂടെ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഈ എ എന്ന് പറയുന്നത് ടോട്ടലി സയൻസ് ഇഷ്ടപ്പെടുന്നവരാണ്. ബി എന്ന് പറയുന്നവർ ടോട്ടലി മാത്സ് ഇഷ്ടപ്പെടുന്നവരാണ്. എ എന്ന് പറയുന്നത് സയൻസ് ഇഷ്ടപ്പെടുന്നവരാണ്. ബി എന്ന് പറയുന്നത് മാത്സ് ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിന്റെ മിഡിലില് രണ്ടും ഒരുമിക്കുന്നുണ്ട് അല്ലെ. ഇന്റർസെക്ഷൻ ഇവിടെ വരുന്നുണ്ട്, അതായത് രണ്ടും ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടത് സയൻസ് ഇഷ്ടപ്പെടുന്ന പക്ഷെ മാത്സ് ഇഷ്ടപ്പെടാത്തവരെയാണ്. അതായത് ഈ ബ്ലൂ പോർഷൻ ഉണ്ടല്ലോ, ഈ ബ്ലൂ മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ടോട്ടൽ എയിൽ നിന്നും എന്ത് മൈനസ് ചെയ്യേണ്ടി വരും? ഈ ഒരു ഇന്റർസെക്ഷനെ നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും. ആ ഒരു ഭാഗം എയുടെ ഈ ബ്ലൂ പോർഷൻ മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. അവരാണ് എന്ത്? സയൻസ് ഇഷ്ടപ്പെടുന്ന മാത്സ് ഇഷ്ടപ്പെടാത്തത്. ഇതിൽ നോക്കാം. എ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. യൂണിയൻ എന്ന് പറയുന്നത് പ്ലസ് ആണ് അല്ലെ. എ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എ മൈനസ് ബി. എ മൈനസ് ബി. ഇതിൽ നിന്നും എ മൈനസ് ബി മൈനസ് ചെയ്യാം. എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് നമ്പർ ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതാണ്. അതായത് 220 മൈനസ് 40 ഈസ് ഈക്വൽ ടു 180 സ്റ്റുഡൻസ് ആണ് എന്ത്? സയൻസ് ഇഷ്ടപ്പെടുന്ന മാത്സ് ഇഷ്ടപ്പെടാത്തത്. നമ്മളെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആയിരുന്നു? 500. ഈ 500 എന്ന് പറയുന്നത് ഈ ടോട്ടലി ആണെന്ത്? 500 എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എത്ര സ്റ്റുഡൻസ് ആയിരുന്നു ഇന്റർസെക്ഷനിൽ വരുന്നത്? 40 സ്റ്റുഡൻസ് ആയിരുന്നു ഇന്റർസെക്ഷനിൽ വരുന്നത് അല്ല. ഇന്റർസെക്ഷനിൽ വരുന്നത് 40 സ്റ്റുഡൻസ് ആയിരുന്നു. ഇനി എ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 220 ആയിരുന്നു അല്ലെ. 220 സ്റ്റുഡൻസ് ആയിരുന്നു എന്ത് ഇഷ്ടപ്പെട്ടിരുന്നത്? സയൻസ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതിൽ നിന്നും 40 ഇന്റർസെക്ഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. നമുക്ക് സിംപ്ലി എങ്ങനെ പറയാം? ഈ ഒരു ടോട്ടൽ എ ആണല്ലേ. ഈ ടോട്ടൽ എ നമുക്ക് വേണോ? വേണ്ട. കാരണം നമുക്ക് വേണ്ടത് സയൻസ് ഇഷ്ടപ്പെടുന്ന മാത്സ് ഇഷ്ടപ്പെടാത്തവരെയാണ്. മാത്സ് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ മാത്സ് ഇഷ്ടപ്പെടാതെ സയൻസ് ഇഷ്ടപ്പെടുന്നവർ, അതായത് സയൻസ് മാത്രം ഇഷ്ടപ്പെടുന്നവരെയാണ് വേണ്ടത്. അതെന്താണ്? ഈ എ എന്ന് പറയുന്ന സർക്കിൾ മൊത്തമായിട്ട് വരും? ഇല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് വരില്ല. കാരണം എന്താണ്? ഇവിടെ ഇന്റർസെക്ഷൻ വരുന്നുണ്ട് അല്ലെ. ഈ ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. ഈ ഇന്റർസെക്ഷൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ടോട്ടലി ഇത്രയേ ഉള്ളൂ. ടോട്ടൽ എത്രയാണ്? എ സയൻസ് ഇഷ്ടപ്പെടുന്നവർ 220 ആണ് അല്ലെ. ടോട്ടലി സയൻസ് ഇഷ്ടപ്പെടുന്നവർ, അതായത് അതിൽ മാത്സ് ഇഷ്ടപ്പെട്ട് സയൻസ് ഇഷ്ടപ്പെടുന്നവരും മാത്സ് ഇഷ്ടപ്പെടാതെ സയൻസ് ഇഷ്ടപ്പെട്ടവരും, അതാണ് 220 എന്ന് പറയുന്നത്. അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടിയാൽ മതി? മാത്സ് ഇഷ്ടപ്പെടാതെ സയൻസ് ഇഷ്ടപ്പെടുന്നവരെ മാത്രം കിട്ടിയാൽ മതി.
അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇന്റർസെക്ഷൻ എന്നുള്ളത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് മാത്സും സയൻസും ഒരുമിച്ച് ഇഷ്ടപ്പെട്ടവരാണ് എന്ത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇത് മൈനസ് ചെയ്താൽ മതി. ഈ ടോട്ടൽ എ ആണെന്ത് സയൻസ് ഇഷ്ടപ്പെടുന്നവര്, മാത്സ് ഇഷ്ടപ്പെടാതെ സയൻസ് ഇഷ്ടപ്പെടുന്നവരാണെന്ത് ഈ ബ്ലൂ ലൈന്. ഇതും കൂടെ കൂടുമ്പോൾ മാത്സും സയൻസും ഒരുമിച്ച് ഇഷ്ടപ്പെട്ടവരാകും. ഈ ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് വേണ്ട, അത് ഈ എയിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ സയൻസ് ഇഷ്ടപ്പെടുന്നവർ ടോട്ടലി സയൻസ് ഇഷ്ടപ്പെടുന്നവർ 220 ആണ്. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? 40 എന്താണ്? ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി ആണ്. അതായത് സയൻസും മാത്സും ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരാണ് എ ഇന്റർസെക്ഷൻ ബി. അത് മൈനസ് ചെയ്ത് ബാക്കി 180 കിട്ടും. ഈ 180 ആണ് എന്ത് നമുക്ക് കിട്ടിയത്. അതായത് സയൻസ് ഇഷ്ടപ്പെട്ടു, ഹു ലൈക്ക് സയൻസ് ബട്ട് നോട്ട് മാത്സ് ഈസ് 180 ആണ് ഇവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിലെ നെക്സ്റ്റ് വൺ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ഹു ലൈക്ക് മാത്സ് ബട്ട് നോട്ട് സയൻസ്. അല്ല, മാത്സ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സയൻസ് ഇഷ്ടപ്പെടാതെ മാത്സ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സിംപ്ലി എങ്ങനെ പറയാം, മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്നവരെയാണ് നമുക്ക് കാണേണ്ടത്. മാത്സ് ഇഷ്ടപ്പെടുന്നവർ ഇതെന്ന് ബി എന്ന് പറയുന്നതാണ് എന്ത് ഹു ലൈക്ക് മാത്സ്. ടോട്ടലി മാത്സ് ഇഷ്ടപ്പെടുന്നവരാണ് ബി എന്ന് പറയുന്ന ഈ ഒരു റെഡ് സർക്കിൾ കാണിക്കുന്നത് അല്ലെ. റെഡ് ഷെയ്ഡഡ് സർക്കിൾ എന്താണ് കാണിക്കുന്നത്? മാത്സ് ഇഷ്ടപ്പെടുന്നവരെയാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ബി മാത്സ് ഇഷ്ടപ്പെടുന്നവരിൽ ആരൊക്കെയുണ്ട്? സയൻസ് ഇഷ്ടപ്പെടാതെ മാത്സ് ഇഷ്ടപ്പെടുന്നവരും സയൻസ് ഇഷ്ടപ്പെട്ട് മാത്സ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? സയൻസ് ഇഷ്ടപ്പെടാതെ മാത്സ് ഇഷ്ടപ്പെടുന്നവർ, അതായത് മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്നവരെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ബി എന്ന് പറയുന്ന സർക്കിളിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? മാത്സ് ഇഷ്ടമുള്ളവരും മാത്രവും മാത്സും സയൻസും ഒരുമിച്ച് ഇഷ്ടമുള്ളവരും, ഈ ഒരു ഇന്റർസെക്ഷൻ പാർട്ടും വരുന്നുണ്ട്. അതായത് മാത്സും സയൻസും ഒരുമിച്ച് ഇഷ്ടമുള്ളവരും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഹു ലൈക്ക് മാത്സ് ഓൺലി ആണ് അല്ലെ. മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്നവരെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഈ ബി എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ബി എന്ന് പറയുന്ന ടോട്ടൽ നമ്മുടെ അടുത്തുണ്ട്. എത്രയാണ്? 180 ആണ് അല്ലെ. ഹു ലൈക്സ് മാത്സ് ആണ് 180 എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ബി എന്ന് പറയുന്ന സർക്കിളിൽ ടോട്ടലി 180 സ്റ്റുഡൻസ് മാത്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ ആ 180 ആണോ നമ്മുടെ ആൻസർ? അല്ല. കാരണം ഈ ഒരു 180ൽ ആരൊക്കെ പെടും? മാത്സ് ഇഷ്ടപ്പെടുന്നവരാണ് പെടുന്നത്. അതിൽ സയൻസ് ഇഷ്ടപ്പെട്ട് മാത്സ് ഇഷ്ടപ്പെടുന്നവരും സയൻസ് ഇഷ്ടപ്പെടാതെ മാത്സ് ഇഷ്ടപ്പെടുന്നവരും, അതായത് സയൻസും മാത്സും ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരും സയൻസ് ഇഷ്ടപ്പെടാതെ മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്നവരും ഏതിൽ വരും? ഈ ഒരു ബി എന്ന് പറയുന്ന സർക്കിളിൽ വരും. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ടത് ഹു ലൈക്ക് മാത്സ് ബട്ട് നോട്ട് സയൻസ് എന്നുള്ളതാണ്. മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്നവരെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു ബി എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഈ ഒരു ഇന്റർസെക്ഷൻ എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടി വരും, ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. ബി മൈനസ് എ ആണ് നമുക്ക് കാണേണ്ടത്. അവിടെ എന്താണ്? ബി എന്ന് പറയുന്നത് 180 ആണ് അല്ലെ. ടോട്ടലി മാത്സ് ഇഷ്ടപ്പെടുന്നവര് 180 ആണ്. അതിൽ നിന്നും ഇന്റർസെക്ഷൻ ആയിട്ടുള്ള 40 മൈനസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 140 കിട്ടും. 140 ആണെന്ത്? 140 സ്റ്റുഡൻസ് ലൈക്ക് മാത്സ് ബട്ട് നോട്ട് സയൻസ് അല്ലെ. മാത്സ് ഇഷ്ടപ്പെട്ട് സയൻസ് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ മാത്സ് മാത്രം ഇഷ്ടമുള്ളവര് 140 സ്റ്റുഡൻസ് ആണ്. സയൻസ് മാത്രം ഇഷ്ടമുള്ളവര് 180 സ്റ്റുഡൻസ് ആണ്. ഇതാണ് എന്ത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് സ്റ്റുഡൻസ് ഹു ലൈക്ക് എയ്തർ മാത്സ് ഓർ സയൻസ് അല്ലെ. മാത്സ് അല്ലെങ്കിൽ സയൻസ് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നവരെ മാത്രം കണ്ടെത്താനാണ്. അത് മാത്സ് ഇഷ്ടപ്പെടുന്നവരോ സയൻസ് ഇഷ്ടപ്പെടുന്നവരോ. പക്ഷെ ബോത്തും ഒരുമിച്ച്, മാത്സും സയൻസും ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് വേണ്ട. ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നവരെ കണ്ടെത്തണം. അല്ലെങ്കിൽ എന്താണ്? ഈ ഒരു വെൻ ഡയഗ്രാം വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ അല്ലെ, എയുടെ ബ്ലൂ പോർഷനും ബിയുടെ ഈ ഒരു റെഡ് പോർഷനും മാത്രം. ഈ ഒരു ഇന്റർസെക്ഷൻ പോർഷൻ നമുക്ക് വേണ്ട. കാരണം അവിടെ രണ്ടും ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്ക് വേണ്ടത് മാത്സോ അല്ലെങ്കിൽ സയൻസോ ഇഷ്ടപ്പെടുന്നവരെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് എ എന്ന് പറയുന്നത് പ്ലസ് അല്ലെ, എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സയൻസ് ഇഷ്ടപ്പെടുന്നവര് പ്ലസ് മാത്സ് ഇഷ്ടപ്പെടുന്നവർ രണ്ടും ഒരുമിച്ച് ആഡ് ചെയ്യും. മാത്സ് ഇഷ്ടപ്പെടുന്നവർ ഈ എയും എ എന്ന് പറയുന്ന സർക്കിള് പ്ലസ്
ബി എന്ന് പറയുന്ന സർക്കിൾ. അവിടെ ആൻസർ തീർന്നു? ഇല്ല, ആൻസർ കിട്ടിയിട്ടില്ല. കാരണം അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഈ ഇന്റർസെക്ഷൻ ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് വേണോ? വേണ്ട. നമുക്ക് ഈ ഒരു ബ്ലൂവും ഈ ഒരു റെഡും മാത്രം മതി. കാരണം ഇവിടെയാണ് ഇത് സയൻസ് മാത്രം ഇഷ്ടപ്പെടുന്നവര്, ഇവിടെ മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്നവര്. ഇതാവുമ്പോൾ രണ്ടും ഒരുമിച്ച് ഇഷ്ടപ്പെടുന്നവരാണ്. അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ആൻസർ? ടോട്ടൽ സയൻസ് ഇഷ്ടപ്പെടുന്നവരുടെ ടോട്ടൽ 220 പ്ലസ് മാത്സ് ഇഷ്ടപ്പെടുന്നവരുടെ ടോട്ടൽ 180 മൈനസ് 40. രണ്ടും ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അതിന്റെ ആൻസർ എത്ര കിട്ടും? 360 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. 360 പേരാണ് എന്ത് മാത്സോ സയൻസോ മാത്രം ഇഷ്ടപ്പെടുന്നവർ. വെറും 40 പേര് മാത്രമേ എന്തുള്ളൂ? ആക്ച്വലി രണ്ടും ഒരുമിച്ച് ഇഷ്ടപ്പെടുന്ന 40 പേര് മാത്രമേ ഉള്ളൂ. 360 പേരും ഏതെങ്കിലും ഒരു വിഷയം ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കിവിടെ വേണ്ടതും എന്തായിരുന്നു? ഏതെങ്കിലും ഒരു വിഷയം, അത് മാത്സോ സയൻസോ രണ്ടും ഒരുമിച്ചാണ് നമുക്ക് വേണ്ടാത്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വെൻ ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തത്. നിങ്ങൾ വെൻ ഡയഗ്രം ശരിക്കും വരയ്ക്കാൻ പഠിച്ചാൽ എന്താവും? വെൻ ഡയഗ്രം വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ കണ്ടതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ് നൽകിയിട്ട് അതിൽ നിന്നും വളരെ പെട്ടെന്ന് എന്ത് കണ്ടെത്താനാവും? നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാവും. ഇവിടെ ഈ ടോട്ടലിയാണ് നമ്മുടെ സ്കൂളിലെ ടോട്ടൽ സ്റ്റുഡൻസ് 500 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു റെക്റ്റാങ്കിളിന് അകത്ത് വരുന്നതാണ് എന്ത്? ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതിൽ 180 മാത്സ് ഇഷ്ടപ്പെടുന്നവരും 220 സയൻസ് ഇഷ്ടപ്പെടുന്നവരും. രണ്ടും ഇഷ്ടപ്പെടുന്നവരാണ് ഇന്റർസെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. യൂണിയൻ ആയിട്ട് വരുമ്പോഴോ ഇത് എല്ലാവരും ഇതിൽ പെടും. അതായത് എയും ബിയും പെടും അല്ലെ. ഇനി 1 മൈനസ് ഇത് രണ്ടുമാണ് എന്ത്? ടോട്ടലി എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ഡയഗ്രം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സെക്കൻഡ് പ്രോബ്ലം എന്താണ്? ഇൻ എ ഷോപ്പ് 380 people buy socks, 150 people buy shoes and 200 people buy belt. If there are total 580 people who bought either socks or shoe or belt and only 30 people bought all three things, so how many people bought exactly two things? എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റ് ഒരു സ്റ്റോറിൽ നിന്നും 380 പീപ്പിൾ എന്ത് വാങ്ങുന്നു? സോക്സ് വാങ്ങിക്കുന്നു. 150 പീപ്പിൾ എന്ത് വാങ്ങിക്കുന്നു? ഷൂസ് വാങ്ങിക്കുന്നു. 200 പീപ്പിൾ ബെൽറ്റ് വാങ്ങിക്കുന്നു. ഇവര് 3 പേര് 580 ആളുകൾ എന്താണ്? സോക്സോ ഷൂസോ ബെൽറ്റോ വാങ്ങിച്ചവരാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചവരാണെന്ത്? 580 പീപ്പിൾ എന്ന് പറയുന്നത്. 30 പീപ്പിൾ മാത്രമേ എന്തുള്ളൂ? മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരുടെ എണ്ണം 30 ആണ്. 580 ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചവരാണ്. ഇനി 380 പീപ്പിൾ സോക്സ് വാങ്ങിച്ചു വരും, 150 പീപ്പിൾ ഷൂസ് വാങ്ങിച്ചു വരും, അതുപോലെ തന്നെ 200 പീപ്പിൾ എന്താണ്? ബെൽറ്റ് വാങ്ങിച്ചു വരുമാണ്. നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി പീപ്പിൾ ബോട്ട് എക്സാക്ട്ലി 2 തിങ്സ്. എക്സാക്ട്ലി 2 തിങ്സ് മാത്രം, ഇതിൽ 2 തിങ്സ് മാത്രം വാങ്ങിച്ചവരുടെ എണ്ണമാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഇത് വെൻ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇങ്ങനെ സോക്സ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ സോക്സ് വാങ്ങിച്ചവര്, ദെൻ ഇവിടെ ഒരു ഡാർക്ക് യെല്ലോ കളറിൽ ഷൂസ് വാങ്ങിച്ചവര്, ദെൻ ഒരു ബ്ലൂ കളറിൽ എന്ത് വാങ്ങിച്ചവര്? ബെൽറ്റ് വാങ്ങിച്ചവര്. ഇനി ബെൽറ്റും സോക്സും വാങ്ങിച്ചവര് ഇവിടെയും, ഇവിടെ ഷൂസും ബെൽറ്റും വാങ്ങിച്ചവര് ഇവിടെ അല്ലെ, 2 എണ്ണം മാത്രം. ഇവ 3ഉം വാങ്ങിച്ചവരാണ് ഇത്. നമ്മോട് ചോദിച്ചിട്ടുള്ളത് എക്സാക്ട്ലി 2 തിങ്സ് വാങ്ങിച്ചവരാണ്. എക്സാക്ട്ലി 2 തിങ്സ് എന്ന് പറയുമ്പോൾ ഇതും ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ. എക്സാക്ട്ലി 2 തിങ്സ്, 2 തിങ്സ് മാത്രം വാങ്ങിച്ച എത്ര പേരുണ്ട് എന്നുള്ളതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നോക്കാം എങ്ങനെ കാണും. ഇതില് SHB എന്നുള്ളതാണ് സോക്സ് വാങ്ങിച്ചവരെയും ഷൂസ് വാങ്ങിച്ചവരെയും ബെൽറ്റ് വാങ്ങിച്ചവരെയും റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എസ് എന്ന് പറയുന്നത് സോക്സ് വാങ്ങിച്ചവരാണ്, H എന്ന് പറയുന്നത് ഷൂ വാങ്ങിച്ചവരാണ്, B എന്ന് പറയുന്നത് ബെൽറ്റ് വാങ്ങിച്ചവരാണ്. നോക്കാം. എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എസ് എത്രയാണ്? അല്ലെങ്കിൽ സോക്സ് വാങ്ങിച്ചവര് 380 ആണ്. ദെൻ നമ്പർ ഓഫ് H അല്ലെങ്കിൽ ഷൂ വാങ്ങിച്ചവര് 150 ആണ്. B എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബെൽറ്റ് വാങ്ങിച്ചവരുടെ എണ്ണം
200 ആണ് അല്ലെ. ഇനി ഇവ മൂന്നും എത്രയാണ്? 180 ആണ്. കാരണം എസ്സോ ഏതെങ്കിലും ഒന്ന്, ഷൂവോ സോക്സോ അല്ലെങ്കിൽ ബെൽറ്റോ, ഇവ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചവർ ടോട്ടലി 180 ആണ്. അല്ലെങ്കിൽ ഇവരുടെ ടോട്ടൽ യൂണിയൻ എന്ന് പറയുന്നത് 180 ആണ്, സോറി 580 ആണ്. 580 പീപ്പിൾ എന്ത് വാങ്ങിച്ചിട്ടുണ്ട്? ഇവരിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇവ മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരുടെ എണ്ണം എത്രയാണ്? 30 ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ ഈ ഒരു യൂണിയനും ഇന്റർസെക്ഷനും വെച്ച് ഡിനോട്ട് ചെയ്തു എന്നുള്ളത് മാത്രം. അപ്പോൾ ടോട്ടൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചവരുടെ ടോട്ടൽ 580 ആണ്. മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരുടെ എണ്ണം 30 ആണ്. 30 പേരാണ് എന്ത്? മൂന്നും ഒരുമിച്ച്, അതായത് ഷൂവും സോക്സും ബെൽറ്റും ഒരുമിച്ച് വാങ്ങിച്ചവര് 30 ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വാങ്ങിച്ചവര് 580 ആണ്. ഇനി നോക്കാം നമുക്ക് നമ്പർ ഓഫ് എസ് യൂണിയൻ എച്ച് യൂണിയൻ ബി, ഇവ മൂന്നും ഒരുമിച്ച് വാങ്ങിയവർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? നമ്പർ ഓഫ് എസ് പ്ലസ് അല്ലെ നമ്പർ സോക്സ് വാങ്ങിച്ചവരുടെ എണ്ണം പ്ലസ് നമ്പർ ഓഫ് എച്ച് ഷൂ വാങ്ങിച്ചവരുടെ എണ്ണം പ്ലസ് നമ്പർ ഓഫ് ബെൽറ്റ് വാങ്ങിച്ചവരുടെ എണ്ണം മൈനസ് നമ്പർ ഓഫ് എസ് ഇന്റർസെക്ഷൻ എച്ച്. എസ് ഇന്റർസെക്ഷൻ എച്ച് എന്ന് പറയുമ്പോൾ സോക്സും ഷൂവും ഒരുമിച്ച് വാങ്ങിച്ചവരെ അതിന് മൈനസ് ചെയ്യുന്നു. ദെൻ മൈനസ് വീണ്ടും ഷൂവും ബെൽറ്റും ഒരുമിച്ച് വാങ്ങിച്ചവരെ മൈനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബെൽറ്റും സോക്സും ഒരുമിച്ച് വാങ്ങിച്ചവരെയും എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ഇവ മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരെ പ്ലസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു യൂണിയൻ കിട്ടുന്നത്. ഇത് നമ്മൾക്ക് 3 ഈവൻസ് വരുമ്പോൾ അതിൻ്റെ യൂണിയൻ നമ്മൾ മുമ്പ് കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് എസ് യൂണിയൻ എച്ച് യൂണിയൻ ബി യൂണിയൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എസ് പ്ലസ് നമ്പർ ഓഫ് എച്ച് പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എസ് ഇന്റർസെക്ഷൻ എച്ച് മൈനസ് നമ്പർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് ബി ഇന്റർസെക്ഷൻ എസ് പ്ലസ് നമ്പർ ഓഫ് എസ് ഇന്റർസെക്ഷൻ എച്ച് ഇന്റർസെക്ഷൻ ബി എന്നുള്ളതാണ്. അതായത് ടോട്ടൽ ഇത് ടോട്ടൽ എന്ന് പറയുന്നത്, യൂണിയൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൊത്തം ടോട്ടലാണ്. ഏതൊക്കെ കൂടിയതാണ്? ഈ ഗ്രീൻ സർക്കിള് പ്ലസ് അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ സർക്കിൾ ഓർ ഡാർക്ക് യെല്ലോ സർക്കിൾ പ്ലസ് ഈ ഒരു ബ്ലൂ സർക്കിൾ അല്ലെ, അത് പ്ലസ് അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ഈ ഒരു രണ്ടെണ്ണം കൂടിയത്, രണ്ട് ഇന്റർസെക്ഷൻ്റെ ടു ഈവൻസ് മാത്രം അല്ലെങ്കിൽ 2 തിങ്സ് മാത്രം ബൈ ചെയ്തവരെ മൈനസ് ചെയ്യണം. അതായത് ഈ ഒരു ഷോക്സ് ഷൂവ് മാത്രം വാങ്ങിച്ചവരും ബെൽറ്റ് ഷോക്സ് മാത്രം വാങ്ങിച്ചവരെയും ഷൂസ് ബെൽറ്റ് മാത്രം വാങ്ങിച്ചവരെയും എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു മൂന്നും വാങ്ങിച്ചവരെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഓൾറെഡി മൈനസ് ചെയ്തിട്ടുണ്ടല്ലേ. ഈ ഒരു ബ്ലൂ മൈനസ് ചെയ്തിട്ടുണ്ട്, ഈ ബ്ലൂ മൈനസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ബ്ലൂ ഇതും മൈനസ് ചെയ്തിട്ടുണ്ട്, ഇതും മൈനസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ എന്താവൂ? അല്ലെങ്കിൽ ഇവിടെ ഒരു ഡബിൾ കൗണ്ടിങ് വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഈ ഒരു 3 തിങ്സും വാങ്ങിച്ചവരുടെ എണ്ണം കിട്ടുന്നത്. ഈ ഇക്വേഷൻ എന്താണ്? ഈ ഒരു 3 സർക്കിൾ പ്ലസ് അല്ലെ, ഇത് സോക്സ് പ്ലസ് ഷൂ പ്ലസ് ബെൽറ്റ് പ്ലസ് 2 എണ്ണം വാങ്ങിച്ചവരെ മൈനസ് ചെയ്ത് 3 എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചവരെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇതാണ് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ആഡ് ചെയ്യാം? നമ്മുടെ വാല്യൂസ് ആഡ് ചെയ്യാം. ഇനി ഈ ഒരു ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. number of S union H union B is equal to number of S plus number of H plus number of B minus number of S intersection H minus number of H intersection B minus number of B intersection S plus number of S intersection H intersection B. ഇതിൽ നമ്പർ ഓഫ് എസ് യൂണിയൻ എച്ച് യൂണിയൻ ബി എന്ന് പറയുന്നത് 580 ആണ് അല്ലെ. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നും കൂടെ വാങ്ങിച്ചവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വാങ്ങിച്ചവരുടെ എണ്ണമാണ് 580 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എസ് യൂണിയൻ എച്ച് യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 580 ആണ്. ഇനി നമ്പർ ഓഫ് എസ് സോക്സ് വാങ്ങിച്ചവർ 380 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് എച്ച് ഷൂ വാങ്ങിച്ചവർ 150 ആണ്. നമ്പർ ഓഫ് ബി ബെൽറ്റ് വാങ്ങിച്ചവർ 200 ആണ്. ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ട്. ഇനി മൈനസ് നമ്പർ ഓഫ് എസ് ഇന്റർസെക്ഷൻ എച്ച് നമ്പർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് ബി ഇന്റർസെക്ഷൻ എസ്. ഇത് തന്നിട്ടുണ്ടോ? ഇത് തന്നിട്ടില്ല. അതുകൊണ്ട് ഇത് അതുപോലെ തന്നെ എഴുതി.
പ്ലസ് നമ്പർ ഓഫ് എസ് ഇന്റർസെക്ഷൻ എച്ച് ഇന്റർസെക്ഷൻ ബി. അതായത് മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ആണ് അല്ലെ? 30 ആണ്. ഇത് മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരുടെ എണ്ണം 30 ആണ്. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് മൂന്നും എത്രയാണ്? 200 പ്ലസ് 300 500 500 600 600 730 കിട്ടും അല്ലെ? 730 760 കിട്ടും. 760 മൈനസ് എത്രയാണ്? 580. 760യിൽ നിന്നും നമുക്ക് എത്ര മൈനസ് ചെയ്യണം? 580 മൈനസ് ചെയ്യണം. 700ൽ നിന്നും 500 പോയാൽ ബാക്കി 200 ഉണ്ട്. അപ്പോൾ 260യിൽ നിന്നും 80 മൈനസ് ചെയ്താൽ 180 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്പർ ഓഫ് എസ് ഇന്റർസെക്ഷൻ എച്ച് പ്ലസ് നമ്പർ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ബി പ്ലസ് നമ്പർ ഓഫ് ബി ഇന്റർസെക്ഷൻ എസ് ഈസ് ഈക്വൽ ടു 180 ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഈ 180 ആണോ നമ്മുടെ ആൻസർ? അല്ല, ഈ 180 എന്ന് പറയുന്നത് എന്താണ്? ഈ ഇവയെല്ലാം കൂടിയതാണ് 180 എന്ന് പറയുന്നത്. അതായത് സോക്സ് ഷൂസ് വാങ്ങിച്ചവരോ ബെൽറ്റും സോക്സും വാങ്ങിച്ചവരോ ഷൂവും ബെൽറ്റും വാങ്ങിച്ചവരോ മാത്രമേ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. പക്ഷെ ഈ ഒരു 180യിൽ എന്തും ഇൻക്ലൂഡഡ് ആണ്. സോക്സും ഷൂസും ബെൽറ്റും ഇവ മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരും ഇൻക്ലൂഡഡ് ആണ് അല്ലേ? നമ്മളിവിടെ പ്ലസ് കൊടുത്തിട്ടുണ്ട്. ഇവ മൂന്നും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ 180യിൽ നിന്നും ഒരു ആൻസറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും അല്ലെ? സോക്സും ഷൂസും ബെൽറ്റും മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സോൾവ് ചെയ്തതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? 180 ആൻസർ കിട്ടി അല്ലേ? ഈ 180 എന്ന് പറയുന്നത് എന്തല്ല? നമ്മുടെ ഫൈനൽ ആൻസർ അല്ല, അല്ലെങ്കിൽ എക്സാക്ട്ലി 2 തിങ്സ് വാങ്ങിക്കുന്നവരുടെ എണ്ണമല്ല 180. അതിന് കാരണം എന്താണ്? നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ സർക്കിൾസ് ആണ്. അതായത് ഈ ഒരു സർക്കിൾ, ഇങ്ങനെ ഈ ഒരു റൗണ്ട്, അതിൽ എന്ത് ഇൻക്ലൂഡഡ് ഉണ്ട്? ഷോക്സും ഷൂവും വാങ്ങിച്ചവരും സോക്സും ഷൂവും ബെൽറ്റും ഒരുമിച്ച് വാങ്ങിച്ചവരും ഇൻക്ലൂഡഡ് ആണ്. ഇനി മറ്റൊന്ന് നമുക്ക് ഇവ മൂന്നും ഈ ഒരു സർക്കിൾ ഇതെന്താണ്? ഇതിൽ ബെൽറ്റും സോക്സും വാങ്ങിച്ചവരും മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരും ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഈ 3 സർക്കിൾ, ഇവ മൂന്നുമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇവ മൂന്നും ഒരുമിച്ചാണ് എന്ത്? 180 എന്ന് പറയുന്നത്. അതായത് ഈ സർക്കിൾ പ്ലസ് ഈ സർക്കിൾ പ്ലസ് ഈ സർക്കിൾ. ഇതിലെന്താണ്? എക്സാക്ട്ലി 2 തിങ്സ് വാങ്ങിച്ചവർ മാത്രമല്ല, മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 180യിൽ നിന്നും ഈ മൂന്നും ഒരുമിച്ച് വാങ്ങിച്ചവരെ മൈനസ് ചെയ്യും. അതായത് സോക്സ് ഷൂ ആൻഡ് ബെൽറ്റ്സ് ഒരുമിച്ച് വാങ്ങിച്ചവർ എത്രയാണ്? 19 ആണ് അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോറി 30 ആണ്. പക്ഷെ ഈ ഒരു 30 ഇതിൽ നിന്നും 30 മൈനസ് ചെയ്യും, ഇതിൽ നിന്നും 30 മൈനസ് ചെയ്യും, ഇതിൽ നിന്നും 30 മൈനസ് ചെയ്യും. അപ്പോൾ എന്താണ്? 3 × 30 എത്രയാണ്? 90. 90 മൈനസ് ചെയ്താൽ ആൻസർ 90 ആണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഈ ഒരു ഇത് നോക്കുക, ഈ ഒരു സർക്കിൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 180 എന്ന് പറയുന്നത് ഈ സർക്കിൾ പ്ലസ് ഈ സർക്കിൾ പ്ലസ് ഈ സർക്കിൾ, ഈ 3 സർക്കിളും ഒരുമിച്ചാണ്. ഈ സർക്കിൾ എടുക്കാം, ഒരു സർക്കിൾ മാത്രം എടുക്കാം. സോക്സും ഷൂവും വാങ്ങിച്ചവരെ മാത്രം നമുക്ക് കിട്ടണം അല്ലെ? ഇതിൽ നിന്നും അതിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വരും? സോക്സും ഷൂവും വാങ്ങിച്ചവരിൽ നിന്നും സോക്സും ഷൂവും ബെൽറ്റും ഒരുമിച്ച് വാങ്ങിച്ചവരെ മൈനസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കിട്ടിയ ആൻസറിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ഒരു 30. എ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. അത് മൈനസ് ചെയ്യണം. ദെൻ ഇതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? 2 എണ്ണം വാങ്ങിച്ചവരിൽ 3ഉം ഒരുമിച്ച് വാങ്ങിച്ചവരെ മൈനസ് ചെയ്യണം. ഇതിൽ നിന്നും ഈ 2 എണ്ണം വാങ്ങിച്ചവരിൽ നിന്നും ഈ 3ഉം ഒരുമിച്ച് വാങ്ങിച്ചവരെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ എച്ച് മൈനസ് എ അല്ല? ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്നു. n ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ബി മൈനസ് എ, എച്ച് ഇന്റർസെക്ഷൻ ബി, ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്നു. ദെൻ n ഓഫ് ബി ഇന്റർസെക്ഷൻ എസ്, ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടലി എ എന്ന് പറയുന്നത് 30 ആണ് അല്ലെ? നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു 3ഉം ഒരുമിച്ച് വാങ്ങിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് അത് 30 ആണ്. അപ്പോൾ 3a നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ നിന്ന് ഈ സർക്കിളിൽ നിന്നും ഇത് പോകണം, ഈ സർക്കിളിൽ നിന്നും ഇത് പോകണം, ഈ സർക്കിളിൽ നിന്നും ഇത് പോകണം. അപ്പോൾ 3a എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടി വരും. എ എന്ന് പറയുന്നത് 30 ആണ്. 3 × 30 ഈസ് ഈക്വൽ ടു 90. 180യിൽ നിന്നും 90 മൈനസ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും?
90 കിട്ടും. ഈ 90 ആണെന്ത് എക്സാക്ട്ലി 2 തിങ്സ് ബൈ ചെയ്യുന്നവരുടെ എണ്ണം. എക്സാക്ട്ലി 2 തിങ്സ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം മാത്രം വാങ്ങിച്ചവരാണ്. ഏതെങ്കിലും 2 തിങ്സ് മാത്രം വാങ്ങിച്ചവരാണ് എക്സാക്ട്ലി 2 തിങ്സ് ബൈ ചെയ്തവർ എന്ന് പറയുന്നത്. എക്സാക്ട്ലി 2 തിങ്സ് ആകുമ്പോൾ ഷൂവോ വാങ്ങിച്ചവരാവാം, ഷൂവോ ബെൽറ്റോ വാങ്ങിച്ചവരാവാം, ബെൽറ്റോ ഷോക്സോ വാങ്ങിച്ചവരാവാം. ഈ ഒരു കോളംസ് അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു പോർഷൻസ് മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് 90. അതാണ് നമ്മുടെ ആൻസർ. 90 പീപ്പിൾ എന്താണ് എക്സാക്ട്ലി 2 തിങ്സ് വാങ്ങിച്ചവരാണ്. Third problem. If there are 400 elements in a consideration, set A has 100 elements, set B has 150 elements and 75 are the common elements. Find how many elements is neither in A nor in B. Draw the Venn diagram for supporting your answer. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 400 എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 400 എലമെന്റ്സിൽ സെറ്റ് എയിൽ പെടുന്ന എലമെന്റ്സ് 100ഉം സെറ്റ് ബിയിൽ പെടുന്നത് 150 എലമെന്റ്സും 75 എലമെന്റ്സ് കോമൺ ആണ്. കോമൺ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും. രണ്ടിലും പെടുന്നതാണ് 75 എലമെന്റ്സ് എന്ന് പറയുന്നത്. 400 എലമെന്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്ന 100 എലമെന്റ്സും ബിയിൽ 150 എലമെന്റ്സും വരുന്നു. 75 എലമെന്റ്സ് കോമൺ എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇവ രണ്ടിലും പെടുന്ന എലമെന്റ്സ് ആണ് 75 എന്ന് പറയുന്നത്. നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഹൗ മെനി എലമെന്റ്സ് ഈസ് നെയ്തർ ഇൻ എ നോർ ഇൻ ബി എന്നുള്ളതാണ്. എയിലും ബിയിലും പെടാത്ത എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വെൻ ഡയഗ്രാം വരക്കാനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ ടോട്ടൽ എത്രയാണ്? 400 ആണ്. ഒരു 400 എലമെന്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതിന് ടോട്ടൽ എലമെന്റ്സിനെ യു എന്നുള്ളത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി എ എന്ന് പറയുന്ന 100 എലമെന്റ്സും ബി എന്ന് പറയുന്ന 150 എലമെന്റ്സും ഉണ്ട്. ഇവ രണ്ടിലും കൂടിയതെന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 75 നമ്പേഴ്സ് ആണ്, 75 എലമെന്റ്സ് ആണ്. ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് നെയ്തർ ഇൻ എ നോർ ഇൻ ബി. എയിലും ബിയിലും ഉൾപ്പെടാത്തവയെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വെൻ ഡയഗ്രാം നോക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു റെക്ടാങ്കിളിനകത്ത് വരുന്നതെല്ലാമാണ് ടോട്ടൽ. അപ്പോൾ യു എന്ന് പറയുന്നത് ഇതിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും അല്ലെ. യു എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്ടാങ്കിൾ ടോട്ടലി എന്തറിയപ്പെടും? യു. അതെത്രയാണ്? 400 ആണ്. അതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് നെയ്തർ എ നോർ ഇൻ ബി എന്നുള്ളതാണ്. എയിലും ബിയിലും പെടാത്തത്. അപ്പോൾ എന്താണ്? ഈ ഷെയ്ഡഡ് ഏരിയ, റെക്ടാങ്കിളിലെ സർക്കിൾസ് അല്ലാത്ത ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. എ എന്ന് പറയുന്നത് ഇതാണ്, ഇത് വേണ്ട. ബി എന്ന് പറയുന്നത് ഇതാണ്, ഇത് വേണ്ട. ഇവ രണ്ടും അല്ലാത്ത ഏരിയാസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ടോട്ടലിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? ഇത് ഈ രണ്ട് സർക്കിൾസ് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ ഉണ്ട് എന്നുള്ളത് ഓർക്കണേ. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് ഈ പുറത്തുള്ള ഈ സർക്കിൾസിന്റെ അപ്പുറമുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഈ ഷെയ്ഡഡ് ഏരിയാസ് എന്താണ്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. അതായത് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ അല്ലാത്തത്. ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതോ ബി അല്ലാത്തത്. എ യൂണിയൻ ബി കോംപ്ലിമെന്റോ എയും ബിയും അല്ലാത്തത്. അതാണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. നെയ്തർ ഇൻ എ നോർ ഇൻ ബി. നെയ്തർ എ നോർ ബി എന്ന് പറയുന്നത് എന്താണ്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. ഈ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? ടോട്ടൽ ഉണ്ടല്ലേ, നമ്പർ ഓഫ് യു അല്ലെങ്കിൽ നമ്പർ ഓഫ് യു എത്രയാണ്? 400 ആണ്. ഈ നമ്പർ ഓഫ് യു ടോട്ടലിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? നമ്പർ ഓഫ് എ യൂണിയൻ ബി മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്പർ ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്, അതായത് നെയ്തർ ഇൻ എ നോർ ഇൻ ബി എന്നുള്ളത് കിട്ടുന്നത്. നമ്പർ ഓഫ് യു എന്ന് പറയുന്നത് 400 അല്ലെ, മൈനസ് നമ്പർ ഓഫ് എ. ഈ ടോട്ടലിൽ നിന്നും നമ്പർ ഓഫ് എ മൈനസ് ചെയ്യുന്നു, ദെൻ നമ്പർ ഓഫ് ബിയും മൈനസ് ചെയ്യുന്നു. പക്ഷെ ആൻസർ ആയോ? ആൻസർ ആയില്ല. കാരണം ഇവിടെ ഇന്റർസെക്ഷൻ ഉണ്ട്. കാരണം
എ നമ്മൾ എടുത്തപ്പോൾ ഇന്റർസെക്ഷൻ വന്നു, ബി എടുത്തപ്പോഴും ഇന്റർസെക്ഷൻ വന്നു. ഇനി ഇന്റർസെക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എയിലും ഇന്റർസെക്ഷൻ പറ്റിയിട്ടുണ്ട്, ബിയിലും ഇന്റർസെക്ഷൻ പറ്റിയിട്ടുണ്ട്. ഒരു ഇന്റർസെക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആൻസർ കറക്റ്റ് ആവൂ. കാരണം എ എന്നുള്ളത് ടോട്ടലിൽ നിന്നും ഈ യു എന്ന് പറയുന്ന ഈ ടോട്ടൽ റെക്ടാംഗിളിൽ നിന്നും എ മൈനസ് ചെയ്തു. എ മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ എ എന്ന് പറയുന്ന സർക്കിൾ മൈനസ് ചെയ്തു. ബി മൈനസ് ചെയ്തു. ബി മൈനസ് ചെയ്തു എന്ന് പറയുമ്പോൾ ടോട്ടൽ ഈ ബി സർക്കിൾ മൈനസ് ചെയ്തു. അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? എയിലും ഈ ഇന്റർസെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ബിയിലും ഈ ഇന്റർസെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ഇന്റർസെക്ഷൻ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ ഇന്റർസെക്ഷനെ മൈനസ് ചെയ്തു. 2 പ്രാവശ്യം മൈനസ് ചെയ്യണോ? വേണ്ട, 1 പ്രാവശ്യം മതി. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ 1 പ്രാവശ്യം ഇന്റർസെക്ഷനെ ആഡ് ചെയ്തത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്പർ ഓഫ് യു മൈനസ് നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്പർ ഓഫ് യു 400 മൈനസ് നമ്പർ ഓഫ് എ 100 മൈനസ് നമ്പർ ഓഫ് ബി 150 പ്ലസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദാറ്റ് ഈസ് 75. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ആൻസർ എത്ര കിട്ടും? 225 കിട്ടും. ഈ 225 ആണ് എന്ത്? നമ്മുടെ എയിലും ബിയിലും ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത്. അതായത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു സർക്കിള്, ഈ ഒരു റെക്ടാംഗിളിന്റെ സർക്കിൾ അല്ലാത്ത ഭാഗമാണ് ടോട്ടൽ 225 എന്ന് പറയുന്നത്. ഫോർത്ത് പ്രോബ്ലം, ലാസ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്നും അവസാനത്തെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ let us suppose 3 coins are tossed together and we have to find the probability of getting at least one head and at most one head. നമ്മുടെ 3 coins ആണ് ടോസ് ചെയ്യുന്നത്. 3 coins ഒരുമിച്ച് ടോസ് ചെയ്യുന്ന സമയത്ത് എന്താണ് കണ്ടെത്തേണ്ടത്? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്. അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് വരുന്ന എത്ര ഈവൻസ് ഉണ്ട്? ദെൻ അറ്റ്മോസ്റ്റ് വൺ ഹെഡ് വരുന്ന എത്ര ഈവൻസ് ഉണ്ട്? ഇതെന്തിനാണ് കൊടുത്തിട്ടുള്ളത്? അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് വരാം, അറ്റ്മോസ്റ്റ് വരാം. എക്സാക്ട്ലി എന്നുള്ളത് നമ്മൾ കണ്ടുല്ലേ? എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് എക്സാക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റുമാണ് ഇവിടെ നോക്കുന്നത്. 3 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. ഈ 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് 3 കോയിൻസ് ടോസ് ചെയ്താൽ ടോട്ടൽ ഔട്ട്കം എത്ര വരും എന്നുള്ളതാണ്. ഈ ഒരു ടോട്ടൽ സാമ്പിൾ സ്പേസ് എത്രയാണ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കം എത്രയാണ് എന്നുള്ളതാണ് ആദ്യം കാണേണ്ടത്. 3 കോയിൻസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്കം എത്രയാണ് എന്നുള്ളത് നോക്കണം. എങ്ങനെയാണ് ടോട്ടൽ ഔട്ട്കം നോക്കുന്നത്? നമ്മൾ കോയിനല്ല, ഒരു കോയിന് എത്ര വശമാണ്? 2 വശമാണ്. അപ്പോൾ ഒരു ടോസ് ചെയ്താൽ നമ്മുടെ ടോട്ടൽ ഔട്ട്കം 2 ആയിരിക്കും. അതായത് 2:1. മനസ്സിലായോ? 2 ആണ് നമ്മുടെ കോയിന്റെ വശങ്ങൾ. 2 വശമാണ് കോയിന് ഉള്ളത്. അതുകൊണ്ട് 2:1. ഒരു പ്രാവശ്യം നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്കം 2:1 ആയിരിക്കും. ഇനി 2 കോയിൻസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമ്മൾ കോയിൻസിന്റെ 2 വശങ്ങളാണ്. അതുകൊണ്ട് 2 എത്ര പ്രാവശ്യം ടോസ് ചെയ്യുന്നു? 2 പ്രാവശ്യം. 2:2 4. 2 കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് 4 ഔട്ട്കംസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ 3 കോയിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ടോസ് ചെയ്യുന്നത്. ആ സമയത്ത് എത്ര ഔട്ട്കം? ടോട്ടൽ ഔട്ട്കംസ് എത്രയായിരിക്കും? 2 വശങ്ങളുണ്ട് അല്ലെ? 2:3 ആയിരിക്കും. 3 പ്രാവശ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോസ് ചെയ്യുന്നത്. അതാണ് എത്ര പ്രാവശ്യമാണ് ടോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏതിൽ വരേണ്ടത്? പവർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ 2:3. 2:3 എത്രയാണ്? 8 ആണല്ലേ? 8 ഔട്ട്കംസ് ആയിരിക്കും പോസിബിൾ. 8 ടോട്ടൽ ഔട്ട്കംസ് എവിടെ ഉണ്ടായിരിക്കും? ഒരു 3 കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ടോട്ടൽ ഔട്ട്കംസ്? 8 എണ്ണം ഏതൊക്കെയാണ്? ടി അല്ലെ? 3 എന്ത് വരാം? ടൈൽ വരാം. THT ഫസ്റ്റ് ടൈല് വരാം. ടൈല് ഹെഡ് ടൈല്. ദെൻ എന്താവാം? ടൈല് ഹെഡ് ടൈല് ഹെഡ് ഹെഡ്. ദെൻ HHT ഹെഡ് ഹെഡ് ടൈല് ഹെഡ് ടൈല് ഹെഡ് ഹെഡ് ടൈല് ടൈല് ഹെഡ് ഹെഡ് ഹെഡ്. ഇതാണ് 8 ടോട്ടൽ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നുമാണ് 8 പോസിബിൾ ടോട്ടൽ ഔട്ട്കംസിൽ നിന്നുമാണ് നമുക്ക് എന്ത് കണ്ടെത്തേണ്ടത്? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എത്രയാണെന്നും അറ്റ്മോസ്റ്റ് വൺ ഹെഡ് എത്രയാണെന്നും കണ്ടെത്തേണ്ടത്.
ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എത്രയാണ്? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് മീൻസ് ദി മിനിമം നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് വൺ. ഇതിൽ അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് മീൻസ് മിനിമം ആണ്. അറ്റ്ലീസ്റ്റ് മീൻസ് മിനിമം എത്രയാണ്? അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു ഹെഡ്, മാക്സിമം എത്രയോ ആവാം. മിനിമം എന്താവണം? ഒരു ഹെഡെങ്കിലും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഔട്ട്കം ആണ്, അത്തരത്തിലുള്ള ഈവൻ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ടോസ് ചെയ്ത സമയത്ത് എന്താവാം? ടി 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 ആവാം. ഇതിൽ ആൻസർ ആയിട്ട് വരുമോ? വരില്ല. കാരണം എന്താണ്? അവിടെ ഒരു ഹെഡും ഇല്ല. അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്, ഒരു ഹെഡെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ ബാക്കിയുള്ള എല്ലാത്തിലും ഒരു ഹെഡെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ പോസിബിൾ ഔട്ട്കം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുന്നത് 7/8 ആയിരിക്കും അല്ലെ? 7/8 ആയിരിക്കും ഇത് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുന്നത്. കാരണം മിനിമം ഒരു ഹെഡും മാക്സിമം എത്ര ഹെഡ് വേണമെങ്കിലും ആവാം. അതാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് വരുന്നത് THT, TTH, THS, HHT, HTH, HTT, HHH. മിനിമം വൺ ഹെഡ്. അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് മീൻസ് മിനിമം വൺ ഹെഡ്, മാക്സിമം എത്രയും ആവാം. അതാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഇനി അറ്റ് മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുന്നതോ? അറ്റ് മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഹെഡ്സ് ഷുഡ് ബി വൺ. അറ്റ് മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു ഹെഡേ പാടുള്ളൂ. മാക്സിമം ഒരു ഹെഡ്, നമ്പർ ഓഫ് ഹെഡ്സ് ഷുഡ് നോട്ട് മോർ ദാൻ വൺ അല്ലെ? അറ്റ് മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു ഹെഡേ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഹെഡ്സ് എന്ത് പാടില്ല? അവിടെ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മാക്സിമം ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ 0 ഹെഡ് ആവാം, 1 ഹെഡ് ആവാം അല്ലെ? 0 ഹെഡ് വരുന്നതും 1 ഹെഡ് വരുന്നതും കൺസിഡർ ചെയ്യാം. കാരണം മാക്സിമം 1 ഹെഡ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്കം 8 ഔട്ട്കംസ് ഉണ്ടായിരുന്നു അല്ലെ? 8 പോസിബിൾ ടോട്ടൽ ഔട്ട്കംസ് TTT, THT, TTH, THS, HHT, HTH, HTT ആൻഡ് HHH. ഇവയാണ് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. ഇതിൽ നിന്നും എന്ത് കാണണം? അറ്റ് മോസ്റ്റ് വൺ ഹെഡ്. അറ്റ് മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം വൺ ഹെഡ്, മിനിമം എത്രയോ ആവാം? 0 ആവാം, 1 ആവാം. പക്ഷെ ഒന്നിൽ കൂടുതൽ ഹെഡ് അവിടെ കിട്ടാൻ പാടില്ല. അതാണെന്ത്? അറ്റ് മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഏതൊക്കെയാണ്? TT, THT, TTH, HTT അല്ലേ? 4 എണ്ണത്തിലാണ് എന്ത്? അറ്റ്മോസ്റ്റ് വൺ ഹെഡ് കിട്ടുന്ന 4 ഈവൻസ്. അതായത് 4/8 അല്ലെങ്കിൽ 1/2 ആണ് എന്ത്? അറ്റ്മോസ്റ്റ് വൺ ഹെഡ് വരുന്നത്. അറ്റ്ലീസ്റ്റിന്റെ മീനിങ് എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ മിനിമം വൺ ഹെഡ്, മാക്സിമം എത്രയോ ആവാം. അറ്റ്മോസ്റ്റ് വൺ ഹെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം വൺ ഹെഡ്, മിനിമം എത്രയും ആവാം. അതാണ് അറ്റ്ലീസ്റ്റിന്റെയും അറ്റ്മോസ്റ്റിന്റെയും മീനിങ്. അത് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു ഫോർ ലേണിംഗ്. നമ്മുടെ പ്രോബബിലിറ്റി തിയറിയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു സെഷനോട് കൂടി, തേർഡ് പാർട്ടോട് കൂടി നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സെഷനിലെ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.